സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിയാൻ സന്നദ്ധനായി സുരേഷ് ഗോപി. താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി 24 പ്രതികരിച്ചത്. തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ. MP എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിലും സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. അല്ല, അറിയത്തില്ല, വകുപ്പ് ഏതാണെന്ന് അറിയത്തില്ല. അതെല്ലാം അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇടപെടാൻ പറ്റുന്നത് എന്നൊക്കെ അറിയണ്ടേ. എയിംസ് കൊണ്ടുപോകണം, അതൊരു MP എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒന്നും ആവശ്യപ്പെട്ടതില്ല, എനിക്കിത് വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ റിലീവ് ചെയ്യും, താമസിയാതെ റിലീവ് ചെയ്യും. തൃശ്ശൂർക്ക് പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ല, അവർക്ക് നന്നായിട്ടറിയാം. തൃശ്ശൂർക്കാർക്ക് ഒരു MP എന്ന നിലയ്ക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കും. എനിക്ക് സിനിമ ചെയ്തേ മതിയാവും. സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം തികച്ചും അപ്രതീക്ഷിതമാണെന്ന് ജോർജ് കുര്യൻ 24 പ്രതികരിച്ചു. കേരളത്തിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കും. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ജോർജ് കുര്യന്റെ ആദ്യത്തെ പ്രഖ്യാപനം. കേൾക്കാം. പ്രൈം മിനിസ്റ്ററാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് 11 മണിയാകുമ്പോൾ എന്നോട് PM ഹൗസിലെത്താൻ പറഞ്ഞു. കാരണം ഒരു പ്രതീക്ഷയില്ല, എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പോലും അറിയില്ല. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും, അത് ജനങ്ങൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, അവരാണല്ലോ ഈ വികസനത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുമായിട്ട് തീർച്ചയായിട്ടും സഹകരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർബന്ധം പിടിച്ച സാഹചര്യത്തിലാണ് ഡൽഹിയിലേക്ക് ഉടനെ പുറപ്പെടുന്നത് എന്നാണ് ഇന്നലെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും മുൻപ് 2 ഇടങ്ങളിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോഴും എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള മന്ത്രിസ്ഥാനം എന്നതായിരുന്നു പൊതുവിൽ മാധ്യമങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതും കേരളീയർ പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു തന്നെ ഒരുപക്ഷെ ഒഴിവാക്കിയേക്കും, കാരണം സിനിമകൾ ചെയ്തേ തീരുവെന്നതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ കാരണം, അതോ ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ച് അത് കിട്ടാത്തതിലുള്ള നിരാശ സുരേഷ് ഗോപിയിൽ പ്രകടമാകുന്നതാണോ? എന്താണ് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അവസാന നിമിഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത് തിരുവനന്തപുരത്ത് നിന്നും. ഇതിനുശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകമാണ്, 3 മണിക്കൂറിന് ശേഷമാണ് തന്നെ ഒഴിവാക്കി തരും ഉടൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത സിനിമകൾ തീർക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. MP ആയി തന്നെ തുടരുന്നതാണ് തനിക്ക് താല്പര്യം, ആ രീതിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നും അദ്ദേഹം പറയുന്നു. അതായത് മന്ത്രിപദം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. മറ്റ് നേരത്തെ ഏറ്റെടുത്ത സിനിമകൾ തീർക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകൾ ഉണ്ട് എന്നുള്ള വിശദീകരണം അദ്ദേഹം നൽകുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ഒരു നേതാവ്, BJP അംഗം വിജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിപദം ഉറപ്പാണെന്ന പ്രഖ്യാപനം മുതിർന്ന BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തുടർന്ന് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ഉറപ്പാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് ലഭിച്ചില്ല, സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. ഇതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുള്ളതായുള്ള റിപ്പോർട്ടുകൾ, അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സ്ഥാനം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ നിയുക്ത മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നൽകിയ ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷം ഈ ചടങ്ങിന് ശേഷം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിലും ഈ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് സൽക്കാരം ഒരുക്കിയിരുന്നു. അതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് നേതാക്കളെ ആരെയും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം ഈ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തന്നെ ഒഴിവാക്കിയേക്കും എന്ന് പറയുന്നത് ഇപ്പോഴും? അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ, വകുപ്പുകൾ ഏതാണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വകുപ്പുകൾ നിശ്ചയിച്ചാൽ ഉടൻ തന്നെ അതത് മന്ത്രിമാർ സ്ഥാനമേൽക്കണം എന്നുള്ള നിർദ്ദേശം നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി പറയുന്നു തന്നെ ഒഴിവാക്കിയേക്കുമെന്ന്. എന്തുകൊണ്ട്?
ഗോപികൃഷ്ണൻ അദ്ദേഹം അത്തരത്തിൽ തനിക്ക് മന്ത്രിയായിരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ. അദ്ദേഹം തന്നെ ഈ വാക്കുകളിൽ ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ തന്നെ ഒഴിവാക്കി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനില്ല, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് ഈ BJP ദേശീയ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് ഇല്ല എന്ന നിലപാടിൽ തിരുവനന്തപുരത്ത് തന്നെ തുടർന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു എന്നും തുടർന്നാണ് സ്ഥാനം ഏറ്റെടുത്തത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്നുള്ളത്. എങ്കിൽ പോലും തന്നെ എത്രയും വേഗം ഒഴിവാക്കി തരണം എന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒഴിവാക്കി തരും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇത് സിനിമാ പ്രൊജക്ടുകളുടെ ഭാഗം അത് തീർക്കേണ്ട ബാധ്യതയുള്ളതിനാൽ അദ്ദേഹം ഈ മന്ത്രി പദവി എന്നുള്ളത് അത് പൂർണ്ണ സമയമായി അതിനു വേണ്ടി വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കി തരണമെന്ന് അപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വിശദീകരണം വരുമ്പോഴും ബൽറാം, നമ്മുടെ അന്വേഷണത്തിൽ അതിനുള്ള സാധ്യതയുണ്ടോ? എന്താണ് BJPയുടെ നേതൃത്വം ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കാരണം വകുപ്പുകൾ സംബന്ധിച്ച ഒരു തീരുമാനം അല്പസമയത്തിനകമാകും. അപ്പോഴും സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നത് ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കി തരും, സിനിമകൾ ചെയ്യാൻ എന്നതാണ്. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മാൻഡേറ്റ് ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു ചരിത്ര വിജയമാണ്, നാഴികക്കല്ലാണ്. കാരണം കേരളത്തിൽ അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു ലോക്സഭാംഗമാണ്. അപ്പോൾ എന്നിട്ടും സുരേഷ് ഗോപി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നതിനോട് BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതിനെ എങ്ങനെ കാണുന്നുണ്ട്? ഈ പറഞ്ഞതുപോലെ ഒഴിവാക്കപ്പെടും എന്ന് അവർ കരുതുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ പ്രതികരണം സുരേഷ് ഗോപിയുടെ വന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ BJP ദേശീയ സംസ്ഥാന നേതാക്കൾ ഒന്നും തന്നെ പരസ്യമായ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നാൽ ഈ നേതാക്കളുമായി നേരിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ യഥാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്ത് ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ തന്നെ ഉടൻ ഒഴിവാക്കിയേക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നത്. MP ആയി മാത്രം തുടരാനാണ് തന്റെ താല്പര്യമെന്നും അറിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ, ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ചില സംസ്ഥാന നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചത്, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഈ സഹമന്ത്രി സ്ഥാനമാണ് ഏറ്റെടുക്കുന്നതെന്ന് നേരത്തെ അറിയാമായിരുന്നല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് നിന്നത് എന്തിന് എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല നേതാക്കളുടെ ഭാഗത്തുനിന്നും. ഏതായാലും ബൽറാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപിക്ക് കേന്ദ്ര ക്യാബിനറ്റ് പദവി കിട്ടാത്തതിലുള്ള അസംതൃപ്തി അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾക്ക് കരുതേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അതേസമയം തന്നെ അദ്ദേഹത്തെ ഈ മന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി തരണം എന്ന ഒരു ആവശ്യം അദ്ദേഹത്തിന് ഉള്ളതായി മനസ്സിലാക്കുന്നു. സിനിമാ അഭിനയം എന്നത് 4 സിനിമകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മന്ത്രി സ്ഥാനത്ത് അതിന്റെ ഉത്തരവാദിത്തം ഒഴിവാക്കി തരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററിയായി തന്നെ തുടരുകയാണ്. അതേസമയം തന്നെ സ്വാഭാവികമായും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഈ തീരുമാനം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം വ്യക്തമായ മാൻഡേറ്റോടുകൂടി BJPക്ക് ചരിത്ര ജയം നേടിക്കൊടുത്ത സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്ന നിലപാടിനെ അംഗീകരിക്കാൻ ഒരുപക്ഷെ BJPയുടെ കേരള ഘടകത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ കഴിയും എന്ന് തോന്നുന്നില്ല. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ്, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.